ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഏതെങ്കിലും ഒരു രീതിക്ക് നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടിയൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പിന്നെ റീസെറ്റ് ചെയ്യാനുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി കീ ഓഫ് ചെയ്തെന്ന് പറഞ്ഞാലും പല കാര്യത്തിലോട്ട് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വാഹനം വെറുതെ കിടക്കുന്ന സമയത്ത്, അതായത് എവിടെയെങ്കിലും നമ്മൾ കുറച്ച് നാൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫോർ ഒരു 1 മന്തോ അല്ലെങ്കിൽ 1.5 മന്ത് ഒക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആവുന്നതിൻ്റെ പ്രധാന കാര്യം നമ്മുടെ വാഹനത്തിനകത്ത് പല കാര്യങ്ങളിലും നമ്മുടെ പോസിറ്റീവ് ലൈൻ എപ്പോഴും വന്ന് കിടപ്പുണ്ട്. അതിൽ ചിലത് സ്വിച്ച് ഉപയോഗിച്ചായിരിക്കും, ചിലത് സ്വിച്ച് അല്ല ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വാഹനത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിനകത്ത് നമ്മുടെ വാഹനത്തിൻ്റെ സമയം, അതായത് ഇപ്പോൾ ഈ താഴെ കാണിക്കുന്ന ഇപ്പം 2:27 ആയിട്ടുണ്ട്, വാഹനത്തിൻ്റെ സമയം മാറും. അപ്പോൾ സമയം നമുക്ക് സെറ്റ് ചെയ്യാൻ പല വാഹനങ്ങൾക്കും പല രീതിയാണ്. ഇപ്പം എൻ്റെ ഇരിക്കുന്ന സെലീറിയോ ആയതുകൊണ്ട് ഈ 2 നോബും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതിൽ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഈ ഒരു മിനിറ്റ് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതും റൈറ്റും ലെഫ്റ്റും തിരിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാം. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ ക്ലോക്ക്. നമ്മുടെ വാഹനത്തിൻ്റെ ക്ലോക്കിൻ്റെ സമയം തെറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്റ്റീരിയോ, അതായത് വാഹനത്തിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ സ്റ്റീരിയോ, ഇതിൻ്റെ ഈ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെമ്മറി നഷ്ടപ്പെടും. നമ്മൾ ഇട്ടിരിക്കുന്ന സെറ്റിങ്സ് ഏതൊക്കെയാണോ, അതായത് ചിലപ്പോൾ നമ്മൾ സബിൻ്റെ സെറ്റിംഗ് മാറ്റിയിട്ടിട്ടുണ്ടായിരിക്കും. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും സ്പീക്കറിൻ്റെ ഡിഫറൻസ്, അതായത് ഫ്രണ്ടിൽ ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും, ബാക്കിലോട്ട് സൗണ്ട് കൂട്ടിയായിരിക്കും ഇട്ടിരിക്കുന്നത്. അങ്ങനത്തെ അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം മാറും. അപ്പോൾ അതും നമ്മളൊന്ന് റീസെറ്റ് ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ വാഹനത്തിൽ മാറ്റം വരുന്നത്. പിന്നെ നമ്മുടെ ഒരു എൻജിൻ സൈഡിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി ആണെങ്കിൽ നമ്മൾ പുതിയ ബാറ്ററി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഇലക്ട്രോണിക് കാലിബ്രേഷൻ, അതായത് ത്രോട്ടിൽ ബോഡി കാലിബ്രേഷൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ചെയ്യേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആ ലിങ്കിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. കാരണം ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പം വാഹനത്തിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. തിരിച്ചു വന്നത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിലും നമുക്ക് പ്രശ്നം വരുന്നില്ല. ബാക്കിയുള്ള ഗ്യാസിറ്റീസ് ആയിരിക്കും. പിന്നെ ഡയറക്റ്റ് കറണ്ട് വന്ന് കിടക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹസാർഡ്. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി കണക്റ്റഡ് ആണെങ്കിലും കീ ഊരി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഹസാർഡ് വർക്ക് ചെയ്യും. ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യും, ഡിം ആൻഡ് ബ്രൈറ്റ് എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഇതിലോട്ടൊക്കെ നമ്മുടെ ബാറ്ററിയുടെ ഡയറക്റ്റ് പോസിറ്റീവാണ് വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വാഹനം വെറുതെ ഇട്ടിരിക്കുന്ന സമയത്ത്, അതായത് കീ ഊരി കയ്യിലെടുത്തെന്ന് പറഞ്ഞുകൊണ്ടൊരു അഹങ്കാരത്തിൽ ഒരിക്കലും പാർക്കോ ഹെഡ്ലൈറ്റോ കാര്യങ്ങളൊന്നും ഓൺ ചെയ്തിട്ടരുത്. പ്രത്യേകിച്ച് മാരുതി വാഹനങ്ങൾക്കെല്ലാം ഇത് വർക്ക് ചെയ്യും. ഫോർഡിൻ്റെ വണ്ടികൾക്കൊന്നും ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യത്തില്ല. പക്ഷേ അത് ഒരു നല്ലൊരു പോയിന്റാണ് അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ ചില സമയത്ത് അത് ഡ്രോബാക്കുമാണ്. കാരണം എവിടെയെങ്കിലും നമുക്ക് കുറച്ച് നേരം ഒന്ന് ലൈറ്റൊക്കെ ഇടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പാർക്ക് വർക്ക് ചെയ്യും. പക്ഷേ ഹെഡ്ലൈറ്റ് ഇടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് അത് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഓരോ വാഹനത്തിനും ഓരോ രീതി എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ.